എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നമ്മുടെ സംസ്ഥാനത്തെ മെയ് മാസത്തെ നമുക്ക് മുടങ്ങിയിട്ടുള്ള മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതലൊന്നും ആയിരിക്കില്ല, ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും നിങ്ങൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത്. പക്ഷെ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക, നാളെ ശനിയാഴ്ചയാണ്, ബാങ്ക് അവധിയാണ്, ഞായറാഴ്ചയും ബാങ്ക് അവധിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഉടൻ തന്നെയൊക്കെ അക്കൗണ്ടിൽ കയറണമെന്നില്ല. നിങ്ങൾക്ക് തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം എപ്പോഴും ഉള്ളതാണ് ബാങ്ക് അവധിക്ക് മുന്നേ ഒരു വിതരണം ചെയ്യുക, പിറ്റേ ദിവസം ബാങ്ക് അവധി, അതിന്റെ പിറ്റേ ദിവസം ബാങ്ക് അവധി ആയിട്ട് വരുന്നൊരു സാഹചര്യം നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ തുക നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവണമെന്നില്ല ഇന്നത്തെ ദിവസം. അതിനി തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഈ മാസം 31 കൊണ്ട് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവ്. ഓക്കെ. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള എല്ലാവരും അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ മാസം 31 വരെയാണ് നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത്. അത് PM കിസാൻ സമ്മാൻ നിധിയിൽ അപ്ഡേഷൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർബന്ധമായും തന്നെയും ഈ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ID, സെൻട്രൽ ID, നമ്മുടെ കർഷക ID നിങ്ങൾ നിർബന്ധമായും എടുത്തേ മതിയാവുകയുള്ളൂ. അത് നിങ്ങൾ ഉടൻ തന്നെ 31 തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ CC സെന്റർ വഴി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. കൃഷി ഓഫീസിൽ പോയി നിങ്ങൾക്ക് ഈ ഒരു ID എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് പൂർത്തീകരിക്കേണ്ടതാണ്. കാരണം അത് കേന്ദ്രത്തിന്റെ കർഷക നിർദ്ദേശം തന്നെയാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമുക്ക് സമയം തരുമെന്നുള്ളതായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. ഈ മാസം 31-നുള്ളിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം. ഓക്കെ, അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.